ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക്. സജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ക്ലിയർ ആയിട്ടൊരു ഇൻറ്റൻഷൻ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. റീഡിങ്സ് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ് ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് എൻ്റെ വ്യൂവേഴ്സുമായിട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. ഫസ്റ്റ് കാർഡ് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി ഫോർ സം ഓഫ് യു നിങ്ങൾക്ക് വന്നിട്ടുള്ള പുതിയൊരു മാരേജ് പ്രൊപ്പോസൽ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ന്യൂലി എൻ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. അവർ നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോവുമോ, അല്ലെങ്കിൽ ആ ഒരു വന്ന പ്രൊപ്പോസൽ നിങ്ങൾക്ക് ഇനി ഒരു മാരേജിലേക്ക് എത്തുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഓക്കെ, ഫോർ സം ഓഫ് യു എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഇവരുടെ ലൈഫിൽ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം, ഫാമിലി ഉണ്ടാവാം. സോ ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം എൻഡിങ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പി എൻഡിങ് വരുമോ എന്നറിയാനായിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ റീഡിങ്ങിലൂടെ അതിനൊരു ക്ലാരിറ്റി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് എക്സാക്റ്റ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ്, അവരുടെ ഡിസിഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത്, നിങ്ങൾ അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഫോർ സം ഓഫ് യു ഒരു റീഡിങ് കാണുന്നുള്ളത്. സയൻസ് എവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എയർ സൈൻ ആണ് കേട്ടോ. ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജി. അതുപോലെ തന്നെ നമുക്ക് ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഫോർ സം ഓഫ് യു എനിക്കിവിടെ മാരേജിൻ്റെ എനർജീസ് ആണ് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, നിങ്ങളിപ്പം സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു മാരേജിലേക്ക് എത്താനായിട്ട് കുറച്ചൊക്കെ പോസിബിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവും. മേ ബി അത് ഫാമിലി എഗ്രി ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഇവിടെ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു സെപ്പറേഷൻ എനർജീസ് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. സോ അപ്പം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുമോ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുമോ എന്നറിയാനായിരിക്കണം ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. കുറേ സിറ്റുവേഷൻസ് എനിക്കിവിടെ ഫീൽ ചെയ്തു. ഫുൾ സിറ്റുവേഷൻസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് വളരെ പാഷൻ നിറഞ്ഞിട്ടുള്ളൊരു എനർജി, അല്ലെങ്കിൽ വളരെയധികം ഒരു കൂടുതലായിട്ടും എന്താ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. പക്ഷേ എങ്കിലും ഇവിടെ വളരെയധികം കൺഫ്യൂഷൻസും സെയിം ടൈം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുണ്ട്. കാരണം അത് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ഇവിടെ ഇൻവോൾവ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എനർജീസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനിലേക്കുള്ളത്. ഇവിടെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസും ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസും എഗെയിൻ ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. ഇവരുടെ ലൈഫിലുള്ള ആ ഒരു ഹാർഡ് ചോയ്സസ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള ആ ഒരു സിറ്റുവേഷൻഷിപ്പ്, അതിലും നിങ്ങളിലും ഇവിടെ ഈ ഒരു വ്യക്തി സ്റ്റക്കായിട്ടിരിക്കുന്നതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി. അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അവർക്ക് ബ്ലൈൻഡ്ലി ആ ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഒരു ടൈമിലുള്ളതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അതുമാത്രമല്ല ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ഇവരിപ്പം ഈ ഒരു ടൈമിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, അതിൻ്റെ ആ ഒരു എനർജീസിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ശരിക്കും എന്താ പറയുക, ഒരു ഫസ്റ്റ് മൂവ് മെയ്ഡ് ചെയ്യുന്നതിനിപ്പുറം ഒരു ശരിക്കും രണ്ടും കൂടി ഒരു ബാലൻസിലേക്ക് നിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്ന് സെറ്റായി നിന്നിട്ട് വേണം ഒരു തീരുമാനത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്.
സോ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്ക് എഗെയിൻ ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് രണ്ട് സിറ്റുവേഷൻസ്. നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞു കൺഫ്യൂസ്ഡ് ആണെന്നുള്ള ഒരു എനർജി. രണ്ട് സിറ്റുവേഷൻസും ഫസ്റ്റിലെ ബാലൻസ് ചെയ്യാണ് വേണ്ടെന്നാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഫസ്റ്റിലെ ബാലൻസ് ചെയ്യുക, ദെൻ ഒരു മൂവ് എടുക്കാം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, രണ്ടിനെ ഒരുമിച്ച് ബാലൻസ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ഇവർക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ ഫാമിലി ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രയോറിറ്റി അല്ല എന്നുള്ളതല്ല, പ്രയോറിറ്റി ആണ്. പക്ഷേ അവർക്ക് ഈ ഒരു ടൈമിൽ ഫിസിക്കലി അവിടെ നിൽക്കാൻ മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഇവർ ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, യെസ്. സിയോ ഈ ഒരു വ്യക്തി അത്ര പേടിയുള്ളൊരു വ്യക്തിയൊന്നും അല്ല, നമുക്കത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, എന്തിനേയും ഫൈറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എന്തിനേയും അതിജീവിക്കാനായിട്ടും ഒക്കെ ഈ ഒരു വ്യക്തി റെഡിയാണ്. ബട്ട് ഇവിടെ സംതിങ് ഇഷ്യൂസ്. ഇപ്പം ഫാമിലി ആകുമ്പോഴേക്കും ഫാമിലിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തേനെ. പക്ഷെ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് കണ്ണു അടച്ചൊരു തീരുമാനം എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ടോ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്കും ഈ ഒരു കണക്ഷനിൽ ഒരു ലോങ് സെപ്പറേഷൻ ആയിരിക്കാം ഈ ഒരു ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ എക്സാക്ട് ആ ഒരു സിറ്റുവേഷൻസിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, അത് ഈ ഒരു വ്യക്തി പറയുന്നും ഉണ്ടാവില്ല. റീസെന്റ് ആയിട്ട് ഇവരും ഒരു മൈൻഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു എനർജീസിലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട് നിങ്ങളെന്നുള്ള ആള്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് ആണ്. സി ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുള്ളത്. കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മാരേജ് പ്രപ്പോസലൊക്കെ പോസിബിൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒരു മാരേജ് റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വ്യക്തി ഇവരുടെ ഒരു ഏറെക്കുറെ ഇവർക്ക് നിങ്ങൾ വേണം എന്നുള്ളൊരു തീരുമാനം ഇവർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണം. പക്ഷേ ഇവർ കുറച്ചുകൂടെ ആഗ്രഹിക്കുന്ന ഡീപ്പ് ഇൻസൈഡ് ഫാമിലിയും കൂടി എഗ്രി ചെയ്തിട്ട് ഈ ഒരു മാരേജിനെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു പടി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അവർക്ക് ഒരു സ്ട്രഗിൾ ഒഴിവാക്കാം. ഫാമിലിയും നിങ്ങളുമായിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങളും ഫാമിലി ആയിട്ടുള്ള ഒരു സ്ട്രഗിൾസ്, ഒരു പ്രശ്നങ്ങളും ഫൈറ്റിങ്സ് ഒക്കെ ഒഴിവാക്കി വെക്കാൻ പറ്റും. അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് അറിയാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫാസ്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കറിയാം ഈ ഒരു ടൈമിൽ ഇവരെടുക്കുന്ന ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ്റെ എനർജീസ് അല്ലെങ്കിൽ ഈ ജേർണിയിലുള്ള ഒരു ഷിഫ്റ്റിൻ്റെ ആ ഒരു എനർജി അത് വളരെയധികം ഫ്രൂട്ട്ഫുൾ ആകും എന്നുള്ള ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. സോ സ്ട്രഗിൾസ് അല്ലെങ്കിൽ എപ്പോഴും ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആര് ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും സെയിം എനർജീസ് ആണ് കേട്ടോ. സ്ട്രെങ്ത്, ഇവർക്ക് ഈ ഒരു ടൈമിൽ ഒരു സ്ട്രെങ്ത് വരുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാനും തുടങ്ങുന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം വിത്ത് തേർഡ് പാർട്ടി ഇവരുടെ ഫാമിലിയിലൊക്കെ ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഇപ്പോൾ ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഓബ്സ്റ്റിക്കിൾസും ചാലഞ്ചസും ഇവിടെ ഉണ്ടെങ്കിലും ഇവർ കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ളൊരു സ്ട്രെങ്ത് അവർക്ക് അവരുടെ നമുക്ക് പറയാം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഇമോഷൻസ് അവർക്കുള്ള ഒരു ഫീലിങ്സ് അത്രമാത്രം വളരെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ഫോമിലേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു എനർജി ഈ ഒരു ടൈം. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്തിട്ടുണ്ട്, അല്ല എന്തെങ്കിലും മിറാക്കിൾസ് ഇവിടെ നടന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു മിറാക്കിൾസിൻ്റെ എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേയേഴ്സ് ഒക്കെ ദൈവം കേട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇവിടെ എത്രയും ഒരു ഫാസ്റ്റ് ആക്ഷൻ എനർജീസ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരാനായിട്ട് ഈ ഒരു വ്യക്തി ഇത്ര വളരെയധികം ക്രേവ് ചെയ്യുന്നത്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുള്ളതും അതും ഒരു ഫാസ്റ്റ് ആക്ഷൻ്റെ എനർജീസ് ആണ്. ഫിയർലെസ് ആക്ഷൻ. ആരൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും സൊസൈറ്റി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും എനിക്ക് നിന്നെ വേണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. കാരണം ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
ടവറിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് റീസെന്റ് ആയിട്ട്. ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് ഈ ഒരു കണക്ഷനിൽ നടക്കാൻ പോവാണ്. കാരണം നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ടവർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം നിങ്ങൾ ഇതുവരെ ഈ ഒരു വ്യക്തി ഒരു ഇമ്മേച്വർ അല്ലെങ്കിൽ ഒരു ഫൂളിന്റെ എനർജീസിലായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു ഉള്ളിലെ ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്യാത്ത ആ ഒരു ലവ്, ആ ഒരു കെയർ ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 7 ഓഫ് സോർഡ്സിന്റെ എനർജീസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി ഈ ഒരു വ്യക്തിയുടെ ആക്ഷൻ നിങ്ങൾക്ക് കുറച്ച് മിസ്ട്രസ്ഫുൾ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ടൈമിൽ ഇവർ ചേഞ്ച് ആയിട്ടാണ് വരുന്നുള്ളത് ടോട്ടലി. ഓക്കെ, ടോട്ടലി. അതായത് ഒരു ഡെത്തിന്റെ എനർജീസ് അല്ല നമുക്ക് ഒരു ടവർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സഡൻലി ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു സഡൻ ചേഞ്ച്, അവിടെ എന്തോ മിറാക്കിൾസ് നടന്നു എന്നുള്ള ഒരു എനർജി, എന്തോ ഒരു മിറാക്കിൾസ്, ആ ഒരു മിറാക്കിൾസ് ഈ ഒരു വ്യക്തിയെ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും റിയലൈസേഷൻ ആവാം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവാം. എംബ്രർ, ഇവരുടെ ആ ഒരു എംബ്രർ എനർജി, ആ അഹങ്കാരം, ആ ജാട ആറ്റിറ്റ്യൂഡ്, ആ ഒരു എനർജിയൊക്കെ എനിക്ക് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടാവാം. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു അഹങ്കാരമൊക്കെ തകർന്നടിയുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർക്ക് മനസ്സിലായി നിങ്ങളില്ലാതെ ഇനി ഇവർക്ക് മുന്നോട്ടേക്ക് പറ്റത്തില്ല, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ലൈഫിൽ. സോ ആ ഒരു റിയലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോവുകയാണ്, ആക്ഷൻ എടുക്കാനായിട്ടുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളോട് സംസാരിക്കും, നിങ്ങളില്ലാതെ പറ്റത്തില്ല. അതിപ്പോൾ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിക്കോട്ടെ, എങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. വളരെയധികം ഹേർട്ട് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. കാരണം അതുകൊണ്ടായിരിക്കണം മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു ലവ്, ആ ഒരു കെയർ ഈ ഒരു വ്യക്തിക്ക് ഈ ടൈമിൽ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തിട്ട് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നുള്ളത്. ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു ലോജിക്കും ഇല്ലാതെ, ഒരു ലോജിക്കും ചിന്തിക്കാതെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി എന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും, അതെന്ത് വിചാരിക്കും, ഇതെന്ത് വിചാരിക്കും, അതൊന്നും ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ ആ ഒരു ഇമോഷൻസിനെ, ഇവർക്കുള്ള ആ ഒരു ലവിനെ, ആ ഒരു എനർജീസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ് ഇവിടെ ആഗ്രഹിക്കുന്നുള്ളത്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഇവരെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടല്ല, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട്, സ്റ്റെബിലിറ്റി തരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഇവരെന്തും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ആ ഒരു എനർജീസിലാണ് എനിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ ഫീൽ ചെയ്യുന്നുള്ളത്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഒരു പോസിറ്റീവ് എനർജീസ് ആയിരുന്നു. എനിക്ക് ഈ ഒരു എനർജീസ് അഫേം ചെയ്യാവുന്നതാണ് കേട്ടോ. 9 ഓഫ് വാൻഡ്സിന്റെ എനർജീസ്, ഒരു ലോൺലിനെസിന്റെ എനർജീസ്, അല്ലെങ്കിൽ വളരെയധികം ഡൗൺ ആയിട്ടുള്ള, നിങ്ങളെ സ്റ്റിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി. നിങ്ങളെ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങളെ ഇഷ്ടമാണ് ഈ ഒരു വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി പറയില്ലേ, പലപ്പോഴും നമ്മൾ ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അതിലൊരു മെൻ്റൽ പീസ് അല്ലെങ്കിൽ നമുക്കൊരു സോൾ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ടാവില്ല. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എനർജി, ആ ഒരു ഹാപ്പിനെസ് ഇവർക്ക് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും ആലോചിക്കാതെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരാനായിട്ട്, മാക്സിമം ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടും ഫാമിലിയോടും സംസാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജീസ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്കം ആണ് ഈ ഒരു എനർജിയിൽ ലാസ്റ്റ് വരെ നമുക്ക് കിട്ടും. കാരണം ഒരു സണ്ണിൻ്റെ കാർഡാണ് നമ്മുടെ മെയിൻ ഔട്ട്കം ആയിട്ട് ഈ ഒരു കാർഡ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് അവിടെ. ഓക്കെ, എന്ന് നെഗറ്റീവ് റീഡിങ് ചെയ്യാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ആയില്ലേ. ലെറ്റ്സ് ചെക്ക്. ഇവിടെ സൈൻസ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആണ് കേട്ടോ കൂടുതലായിട്ടും ആക്റ്റീവ് ആയിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക്
വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരുടെ കൂടെയുള്ള സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി ആയിക്കോട്ടെ ഫോർത്ത് പാർട്ടി ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വല്ലാതെ ഒരു എന്താ പറയുക, എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ശരിക്കും ട്രാപ്പ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ തനിക്ക് ടോക്സിക് ആണെന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്. ഈ ലോകത്ത് ആരെങ്കിലും ടോക്സിക് അല്ലാതെ ജെനുവിൻ ആയിട്ട് ഇവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണെന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ വന്ന് നിൽക്കുന്നുള്ളത്. എന്താണെന്ന് അറിയില്ല, എന്ത് മിറാക്കിൾസ് ആണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി സഡൻലി ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം നോക്കാം. അപ്പം ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർക്ക് ഹോപ്പുണ്ട്, ഒന്നും അവസാനിച്ചിട്ടില്ല, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റും ഈ ഒരു കണക്ഷനിൽ. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി ഒരു തരിക്ക് പോലും അകലാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ നിന്ന് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു ഹാപ്പിനെസ്സും ഇല്ല, ഒരു 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 തരത്തിലുള്ള ഒരു ഇതുമില്ല. നിങ്ങൾ വേണം ഇവരുടെ ലൈഫിൽ, ഇത് ഇവർക്ക് അത്യാവശ്യമാണ് നിങ്ങളെന്നുള്ളൊരു, നിങ്ങളാണ് ഇവർക്ക് ജീവിക്കാൻ നിങ്ങൾ അത്യാവശ്യമാണെന്നുള്ളൊരു എനർജി. പക്ഷെ ഇവരത് കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഇൻസൈഡ് ഇവർ ഒത്തിരി അധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി അധികം. പക്ഷേ അത് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മേ ബി ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഇവരുടെ ആക്ഷൻസ് വേറൊന്നായിരിക്കും ഇവരുടെ, പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഇവർക്ക് ഒത്തിരി അധികം ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഇവരുടെ വർത്താനമൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ആക്ഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇയാൾക്ക് എന്നോട് ഒരു താല്പര്യമില്ല. ശരിക്കും ഡീപ്പ് ഇൻസൈഡ് ഇയാൾ ഒത്തിരി അധികം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, ഇവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, നന്നായിട്ട് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പം എക്സ്പ്രസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ. അപ്പം ഇതായിരുന്നു റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക, അതിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ റീഡിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് കറക്റ്റ് ആ ഒരു ടൈമിൽ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അധികം ലൈക്ക് പാടായിരിക്കും ബ്രൗസർ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കിട്ടാനായിട്ടും, അങ്ങനെ നമുക്ക് ചാനൽസിൻ്റെ ഇത് കിട്ടാനായിട്ടും. ഓക്കെ, മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ജിമെയിൽ ID കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.